So this is the part 2 of previous year questions 2024 network theory examന്റെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ കണ്ടു. ബാക്കിയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നോക്കുന്നത്. സോ സീ ദിസ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് നോഡ് വോൾട്ടേജ് V1 യൂസിങ് നോഡ് അനാലിസിസ്. V1 ഇതാണ്. ഇതൊരു AC അനാലിസിസ് ആണല്ലേ. രണ്ട് സോഴ്സ് ഉണ്ട്, പിന്നെ ഇംപിഡൻസസ് എല്ലാം ഉണ്ട്. രണ്ട് നോഡ് വോൾട്ടേജസ് ഉണ്ട്. ഫൈൻഡ് നോഡ് വോൾട്ടേജ് V1 യൂസിങ് നോഡ് അനാലിസിസ്. ഇതൊരു DC സർക്യൂട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് AC സർക്യൂട്ട് ആവുമ്പോൾ ഫേസറും കോംപ്ലക്സ് നമ്പേഴ്സ് എല്ലാം കൂടി വരുമ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെ, യാതൊരു മാറ്റവും ഇല്ല. DC-യുടെ സെയിം പ്രൊസീജിയർ തന്നെയാണ് AC-ക്കും. പക്ഷെ കമ്പ്യൂട്ടേഷനിൽ കുറച്ചധികം എഫേർട്ട് വേണ്ടി വരും. അത് എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്കിവിടെ നോഡൽ അനാലിസിസ് യൂസ് ചെയ്യാം. അവർ പറയുന്നുണ്ട് നോഡൽ അനാലിസിസ് യൂസ് ചെയ്യാൻ. സോ ഇവിടെ രണ്ട് നോഡ് ഉണ്ട്, രണ്ട് വോൾട്ടേജ് ഉണ്ട്. ഇവിടെ നോഡൽ അനാലിസിസ് യൂസ് ചെയ്യാലോ. ഇതെല്ലാം ഔട്ട് ഗോയിങ് കറന്റ്സ് ആയിട്ട് അസ്യൂം ചെയ്തിട്ട് ഈ മൂന്ന് കറണ്ടും ഔട്ട് ഗോയിങ് ആയിട്ട് V1 നോഡൽ ചെയ്യാം. V2ന്റെ കേസിലും ഇതും ഔട്ട് ഗോയിങ്, ഇതും ഔട്ട് ഗോയിങ്, ഇതും ഔട്ട് ഗോയിങ് എന്ന രീതിയിലും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദാറ്റ്. അതിനു മുന്നേ ഒരു കാര്യം, 50 ആംഗിൾ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 50 ആംഗിൾ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 50 cos 0 പ്ലസ് j sin 0. അത് 50 തന്നെയാണ്. 50 ആംഗിൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 50 cos 90 പ്ലസ് j sin 90. cos 90 0 ആണ്, sin 90 1 ആണ്, 50j. സർക്യൂട്ട് ഇങ്ങനെ തന്നെ മാറ്റി എഴുതാം. സോ ലെറ്റ് മീ റീഡ്രോ ദ സർക്യൂട്ട്. ഓക്കെ, സർക്യൂട്ടിനെ മാറ്റി വരച്ചു. 50 ആംഗിൾ 0 പകരം വെറും 15 എഴുതി. ഇവിടെ 50j ആണ് അല്ലെ. ഇവിടെ 50j ആണെങ്കിൽ ഇവിടെ 50j അല്ലേ. റെഫറൻസ് നോഡ് ഗ്രൗണ്ട് ആണ്. ഇത് ഗ്രൗണ്ട് ആണ്. അപ്പൊ ഇവിടെ 50 ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് V1 നോഡൽ അനാലിസിസ് ചെയ്താലോ. V1 നോഡൽ അനാലിസിസ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഔട്ട് ഗോയിങ് ആയിട്ട് എഴുതുക. അപ്പോ V1 minus 50 by 5 plus V1 by 2j plus V1 minus V2 by 4 is equal to 0. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ഈസി ആക്കാനുള്ള മെത്തേഡിൽ നിങ്ങൾ ചെയ്യണം. മാക്സിമം കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 1/j എന്ന് പറയുന്നത് -j ആണ്. ഓക്കെ, അപ്പോ V1 minus 50 by 5, 1/5 V1. 1/5 എന്ന് പറഞ്ഞാൽ 0.2 V1 minus 10 അല്ലെ. 0.2 V1 minus 10 ഈ ഒരു പോർഷൻ. V1 by 5 minus 50 by 5, 0.2 V1 minus 10 plus 1/j ഞാൻ മൈനസ് ആക്കി, minus 0.5 V1j plus 1/5 1/4 എന്ന് പറഞ്ഞാൽ 0.25 അല്ലേ. 0.25 V1 minus 0.25 V2 is equal to 0. ഓക്കെ, അപ്പൊ 0.2 V1 ഇവിടെ, 0.25 V1 ഇവിടെ, 0.5 V1j ഇവിടെ. V1 ഒരു സൈഡിലും V2 വേറെ സൈഡിലും. 0.2 plus 0.25 എന്താണ്? 0.45. 0.45 V1 minus 0.5 V1j minus 0.25 V2 is equal to 10. So V1 എല്ലാം ഒരു സൈഡിൽ എഴുതുമ്പോൾ 0.45 minus 0.5 j V1 minus 0.25 V2 is equal to 10, which is equation number 1. ഇത് കെയർഫുൾ ആയിട്ട് സോൾവ് ചെയ്യണം. കാരണം ഇത് പല ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ വരുമ്പോഴേ
നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന രീതിയിൽ അങ്ങ് സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ കുറേ കമ്പ്യൂട്ടേഷൻസ് സ്റ്റെപ്പ് ഒക്കെ കൂടും. ഇപ്പൊ നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റെപ്പ് വരും. അതുകൊണ്ട് ഞാനിങ്ങനെ 0.2 ഒക്കെ എടുത്ത് ചെയ്തിരിക്കുന്നത്. കാരണം 0.2 എടുത്താൽ ഇപ്പൊ ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നോഡൽ അനാലിസിസ് 1 ഇതാണ്. ഇനി V2 എങ്ങനെയാണ്? V2 എങ്ങനെയാണ്? V2 minus V1 by 4. V2 minus V1 by 4 plus V2 by minus J2 plus V2 minus 50J by 2 is equal to 0. V2 minus V1 by 4 plus V2 by minus 2J plus V2 minus 50J by 2 is equal to 0. അങ്ങനെയും കൂടി ചെയ്യാം. അപ്പോ okay. So let's write that. Nodal analysis at 2. V2 V2 minus V1 by 4 plus V2 by minus 2J plus V2 minus 50J by 2 is equal to 0. Okay. 0.25 V2 minus 0.25 V1. 1 by minus J എന്താണ്? 1 by J minus J ആണ്. അപ്പോൾ 1 by minus J എന്താണ്? Plus J ആണ്. Okay. 0.5 J V2 plus 0.5 V2 minus 25 J is equal to 0. 0.25 V2 0.5 ഇവിടെ V2 വരും. അപ്പോൾ 0.75 V2 plus 0.5 J V2 minus 0.25 V1 is equal to 25 J. അപ്പോൾ ഇവിടെ V2 കിട്ടി. V2 0.75 plus 0.5 J minus 0.25 V1 is equal to 25 J. This is another equation. Equation number 2. Solve equation 1 and equation 2 for getting V1 and V2. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യുമ്പോൾ ഇരുന്ന് സോൾവ് ചെയ്യണം. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ഇത് സോൾവ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇത് രണ്ടും സോൾവ് ചെയ്യാൻ എളുപ്പമാണ്, എക്സാമിന് സോൾവ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. കാരണം ഇത് AC ആണ്, കുറച്ച് പ്രശ്നങ്ങൾ വരും. രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്. ആദ്യത്തെ ഇക്വേഷൻ ഉണ്ട്, രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ട്. ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് V1 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് V1 കിട്ടും V2 കിട്ടും. V1 കിട്ടുന്നത് 7.53 plus J 23.58. V2 കിട്ടുന്നത് 20.75 plus J 27.36. വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. കാരണം ഇക്വേഷൻ 1 നമ്മൾ എവിടെയോ എഴുതിയിട്ടില്ലേ? ആ ഇക്വേഷൻ 1 എന്താണ്? 0.45 മൈനസ് 0.5 J V1 minus 10 is equal to 0.25 V2. അപ്പോൾ V2 is equal to 1/4 ഇവിടെ വരുമ്പോൾ 4 into 0.45 minus 0.5 J V1 minus 40 വരും. അത് 1.8 minus 2J V1 minus 40 വരും V2. ഇത് ഇക്വേഷൻ 1 എന്നാ. From equation 1 and substituting equation number 2.
അപ്പോ V1 ഉള്ള സ്ഥലത്ത് ഇതാക്കുക. ഓക്കെ, അപ്പോ സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? 0.75 പ്ലസ് 0.5 J ഇൻറ്റു V2 ആണ്. V2 എന്താ? 1.8 V1 മൈനസ് 2J V1 മൈനസ് 40 മൈനസ് 0.25 V1 ഇസ് ഈക്വൽ ടു, ഇത് സെക്കൻഡ് ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഇക്വേഷനിൽ ഫസ്റ്റ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് വരുന്നത്. എങ്ങനെയായാലും ഇത് സോൾവ് ചെയ്യാം. പല രീതിയിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പല രീതിയിലും അങ്ങനെ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടും. ഇത് വേണമെങ്കിൽ എല്ലാം എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പ്രാക്ടീസ് വേണം. ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്തിട്ട് V1 ഒക്കെ ഒരു ടേം ആയിട്ട് എഴുതണം. സോ അതിന് ഇവിടെ എന്ത് വേണം? കുറച്ച് കമ്പ്യൂട്ടേഷൻസ് ഉണ്ട്. സോ യു ഷുഡ് സോൾവ് ദിസ്. എന്നിട്ട് ഞാൻ നേരത്തെ സ്ലൈഡിലുള്ള പോലെ യു വിൽ ഗെറ്റ് ദ ആൻസർ. AC സിമ്പിൾ ആണ്. ജസ്റ്റ് യു ഹാവ് ടു സോൾവ് ദിസ്. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കറന്റ് ത്രൂ 10 ohm using Millman's theorem. ഈ ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? റെഫറൻസ് നോഡ് ആക്കും. ഇവിടെ വോൾട്ടേജ് ഒക്കെ സെയിം, അതായത് ഇവിടുത്തെ വോൾട്ടേജ് ഇവിടെ ഒരൊറ്റ നോഡായിട്ട് എടുത്തിട്ട് നിങ്ങൾ KCL അപ്ലൈ ചെയ്യും. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താണ്? മിൽമാൻസ് തിയറം എക്സ്പ്ലിസിറ്റ് ആയിട്ട് അത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? മിൽമാൻസ് തിയറം അപ്ലൈ ചെയ്യണം. മിൽമാൻസ് തിയറം എന്താന്നുള്ളത് മറന്നോ? എങ്ങനെയാണ് മിൽമാൻസ് തിയറം? അതിന്റെ ബേസിക്സ് എങ്ങനെയാണ്? ഓക്കെ, മിൽമാൻസ് തിയറം എന്താണ് പറയുന്നത്? ഈ മിൽമാൻസ് തിയറം സോൾവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സർക്യൂട്ട്, ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. അതായത് കുറെ പാരലൽ ബ്രാഞ്ച്, ഒന്നില് റെസിസ്റ്റൻസ് R1 ഉണ്ട്, ഒന്നില് V1 ഉണ്ടെന്ന് വിചാരിച്ചോ. ഒന്നില് റെസിസ്റ്റൻസ് R2 ഉണ്ട്, V2 ഉണ്ട്. ഇങ്ങനെ R3 ഉണ്ട്, V3 ഉണ്ട്. ഈ എല്ലാ നോഡിന് അക്രോസിലെ വോൾട്ടേജ് സെയിം അല്ലേ? ഇതിന് അക്രോസിലെ വോൾട്ടേജ് ആണ്. ശരിക്കും നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇതുപോലെ എഴുതണം. ഇത് ഓൾറെഡി ഫൈൻഡ് ദ കറന്റ് ത്രൂ 10 ohm യൂസിങ് മിൽമാൻസ് തിയറം, ഇത് ഓൾറെഡി ഫോർമാറ്റിലാണ്. ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഇങ്ങനെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനോട് സീരിയസ് ആയിട്ട് എഴുതുക. ഇപ്പൊ എത്ര പാരലൽ ബ്രാഞ്ചസ് ആണ്? 1, 2, 3, 4 പാരലൽ ബ്രാഞ്ചസ് വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പാരലൽ ബ്രാഞ്ചസിൽ എന്താണ്? ഒരു റെസിസ്റ്ററും സീരീസിൽ വോൾട്ടേജും, റെസിസ്റ്ററും സീരീസിൽ വോൾട്ടേജും, എഗെയിൻ റെസിസ്റ്റർ വോൾട്ടേജ്, ഇവിടെ വോൾട്ടേജ് 0 ആക്കിയിട്ട് ഇടുക. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഈ വോൾട്ടേജ്, ഈ ബ്രാഞ്ചിന് അക്രോസിലെ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അക്കോർഡിംഗ് ടു മിൽമാൻസ് തിയറം സംഭവം ഇങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് ഓൾ ബ്രാഞ്ചസ് അത് സെയിം അല്ലേ? ഓൾ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? V1 by R1 plus V2 by R2 plus V3 by R3, ഇനിയിപ്പോ എത്ര ഉണ്ടെങ്കിൽ അത്ര, ഡിവൈഡഡ് ബൈ 1 by R1 plus 1 by R2 plus 1 by R3. ഇപ്പൊ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? കറന്റ് ത്രൂ 10 ohm റെസിസ്റ്റർ ആ ചോദിച്ചിരിക്കുന്നത്. കറന്റ് ത്രൂ 10 ohm റെസിസ്റ്റർ, കുറെ പാരലൽ ബ്രാഞ്ച് ഉണ്ട്, ഓരോ പാരലൽ ബ്രാഞ്ചിലും വോൾട്ടേജ് സീരീസിൽ റെസിസ്റ്റൻസ്. ഇവിടെ വോൾട്ടേജ് 0 ആയിട്ട് അസ്യൂം ചെയ്യാം. ഇതിന് അക്രോസിലെ വോൾട്ടേജ് എല്ലാം സെയിം ആണല്ലോ, പാരലൽ ആയതുകൊണ്ട്. ആൻഡ് ആ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇതിന്റെ ഒരു ജനറൽ ഫോർമാറ്റിൽ വരച്ചത് V1 by R1 plus V2 by R2 plus V3 by R3 divided by 1 by R1 plus 1 by R2 plus 1 by R3. അപ്പൊ നമ്മുടെ സർക്യൂട്ടോട്ട് തിരിച്ചു വന്നാൽ ഇവിടെ V1 എന്താ? 5 വോൾട്ട്, R1 എന്താ? 2 ohm, V2 എന്താ? പൊളാരിറ്റി നോക്ക്, 10 വോൾട്ട് അല്ലല്ലോ, -10 അല്ലേ? ഡയറക്ഷൻ നോക്കിയേ. R2 എന്താ? 4 ohm, V3 എന്താ? 15 വോൾട്ട് തന്നെ, R3 എന്താ? 6 ohm, V4 എന്താ? 0 വോൾട്ട്, R4 എന്താ? 10 ohm. സോ വേണ്ട വോൾട്ടേജ് എന്താണ്? V1 by R1 plus V2 by R2 plus V3 by R3 plus 0 by, 4 എണ്ണ ഉണ്ടെങ്കിൽ V4 by വരും അല്ലേ? ജനറൽ ആണ്.
ഇങ്ങനെ RN വരണ്ടെങ്കിൽ ഇങ്ങനെയാണ് അല്ലെ. V4 by R4 0 divided by 1 by R1 plus 1 by R2 plus 1 by 6 plus 1 by 10. ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഓക്കെ, 5/2 minus 10/4 ഇതങ്ങ് ക്യാൻസൽ ആയി പോകും അല്ലെ. 5/2 minus 5/2 വരും. അപ്പൊ 15/6 divided by 1/2 plus 1/4 plus 1/6 plus 1/10. ഇതിന്റെ വാല്യൂ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ നിങ്ങൾ വിചാരിക്കും LCM ഒക്കെ എടുത്ത് ചെയ്യാം. നിങ്ങൾ കീമിലും ഒക്കെ ചെയ്ത പോലെ നിങ്ങൾ ഇതിൽ ഭയങ്കര എക്സ്പേർട്സ് ആയിരിക്കും. ഒന്നും ചെയ്യണ്ട. ഒരു കാൽക്കുലേറ്റർ എടുക്കുക, 0.5 plus 0.25 plus 0.1 plus 1/6 എന്താണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ ചെയ്യുന്നത് എളുപ്പം. നമ്മൾ മാക്സിമം കാൽക്കുലേറ്റർ ഒന്ന് യൂസ് ചെയ്യുക. 15/6 ഏകദേശം ഒരു സംതിങ് ഒരു ഡെസിമൽ വാല്യൂ കിട്ടും. അത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2.459 വോൾട്ട് ആണ്. അപ്പൊ കറണ്ട് എന്താണ്? ആ വോൾട്ടേജ് അല്ലേ? ഈ വോൾട്ടേജ് കിട്ടിയാൽ ഈ വോൾട്ടേജ് എല്ലാത്തിനും അക്രോസ് ഉള്ള വോൾട്ടേജ് V ആണ്. V ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ V എന്താണ്? 2.459 വോൾട്ട്. 2.459 വോൾട്ട്. അപ്പൊ ഈ കറണ്ട് ത്രൂ 10 ഓം റെസിസ്റ്റർ എന്താ? 2.459 by 10 0.2459 ആംപിയർ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നോഡൽ അനാലിസിസ് ചെക്ക് ചെയ്യാം. സെയിം V തന്നെ കിട്ടാൻ പോകുന്നത്. മിൽമാൻസ് തിയറം മനസ്സിലായല്ലോ? മിൽമാൻസ് തിയറം എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സർക്യൂട്ട് വരയ്ക്കുക. മിൽമാൻസ് തിയറം എന്താ പറയുന്നത്? Millman's theorem states that in any network with voltage sources V1, V2, V3 to Vn are in series with resistances R1, R2, R3 to Rn respectively and they are in parallel, then the sources may be replaced by a single voltage source എന്ന് പറയുന്നത്. അപ്പോൾ ആ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ആണ് ഇത് V എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മിൽമാൻസ് തിയറം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. Hope you understand. Next, okay, ഇതും AC-യിലെ ക്വസ്റ്റ്യൻ ആണ്. Find the current through 2 plus J5 impedance using superposition theorem. Superposition theorem യൂസ് ചെയ്യാൻ ഒന്നിലധികം സോഴ്സസ് വേണം. ഇത് AC ആണ്, ഒന്നും കൊണ്ടും പേടിക്കണ്ട. Find the current through 2 plus J5 impedance. 2 plus J5 ഏതാണ്? ഇത് ഒരു 2 ഓമിന് സീരീസ് ആയിട്ട് J5, 2 ഓം റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് J5 ഇൻഡക്ടറിന്റെ ഇത് ഇമ്പിഡൻസ്. അപ്പോൾ ഇതിന്റെ നെറ്റ് എന്തായിരിക്കും? 2 plus J5 സീരീസിലായതുകൊണ്ട് ഇതിലൂടെയുള്ള കറണ്ടാണ് ചോദിക്കുന്നത്. ഒരു നമ്മുടെ J4 ഉണ്ട്, -J3 ഉണ്ട്, രണ്ട് സോഴ്സസ് ഉണ്ട്. ഒന്നൊരു വോൾട്ടേജ് സോഴ്സ് ആണ്, ഒന്നൊരു കറണ്ട് സോഴ്സ് ആണ്. സൂപ്പർപോസിഷൻ തിയറം എന്താണ്? ഒന്നിലധികം സോഴ്സസ് ഉണ്ടെങ്കിൽ ആദ്യം ഒരു സോഴ്സ് മാത്രം എടുക്കുക, എന്നിട്ട് കറണ്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് മറ്റേ സോഴ്സ് മാത്രം എടുക്കുക, കറണ്ട് കണ്ടുപിടിക്കുക. വോൾട്ടേജ് സോഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് കറണ്ട് സോഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ ഓപ്പൺ സർക്യൂട്ട്. സോ നമുക്കിത് ചെയ്താലോ? ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് വോൾട്ടേജ് സോഴ്സ് മാത്രം എടുക്കാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? വി ഷുഡ് consider only voltage source. അപ്പോൾ കറണ്ട് സോഴ്സ് എന്തായിരിക്കണം? ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇവിടെ 50 ആംഗിൾ 0 ഡിഗ്രി എന്ന് പറയുന്നത് 50 തന്നെയാണ്. 4J ഉണ്ട്. ഈ നടുക്കുള്ള പോർഷൻ ആണ്. ഇത് ഞാൻ ഒരുമിച്ച് അങ്ങ് എഴുതാൻ പോവാണ്. ഒരുമിച്ച് ഞാൻ 2 plus J5 എന്ന് എഴുതാൻ പോകും. കാരണം അവർക്ക് വേണ്ടത് ഒരുമിച്ചിട്ടുള്ളതല്ലേ. കറണ്ട് ത്രൂ 2 plus J5 ആണ്. അതുകൊണ്ട് ഞാനത് ഒരുമിച്ച് അങ്ങ് എഴുതി. ഇവിടെ എന്താണ്? ഓപ്പൺ ആണ്. ഓപ്പൺ ആകുമ്പോൾ എടുക്കണോ? എടുക്കണ്ട. അപ്പൊ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താവും? ഈ കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇത് ഓപ്പൺ ആയതുകൊണ്ട് 0 ആംപിയറാ. കറണ്ട് താഴത്തോട്ട് വരില്ലേ? അപ്പൊ കറണ്ട് എന്തായിരിക്കും? വോൾട്ടേജ് ബൈ ഇമ്പിഡൻസ്. 50 ബൈ ഇമ്പിഡൻസ് എത്രയാണ്? 4J plus 2 plus 5J. സിമ്പിൾ ആണ്. 50 divided by 2 plus 9J. ഇതെങ്ങനെ നമുക്കിതെല്ലാം കൂട്ടിയിട്ട് ലാസ്റ്റ് എല്ലാം ആഡ് ചെയ്യണ്ടേ? ഇത് I1 ആണ് കേട്ടോ. ഈ ഒരു സോഴ്സ് മാത്രമുള്ള കറണ്ട് I1 ആണ്. ഇത് മാത്രം I2 ആയിട്ട് നമുക്ക് I1 plus I2 ആഡ് ചെയ്യണം.
ആഡ് ചെയ്യുമ്പോൾ ഫേസർ ബുദ്ധിമുട്ടല്ലേ, ഫേസർ മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യാനൊക്കെ എളുപ്പം. ഇത് നമുക്ക് കോംപ്ലക്സ് തന്നെ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ മാത്സിൽ +1 പഠിക്കുന്നില്ലേ, കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തിട്ട് 2 - 9j by 2 - 9j. അപ്പോൾ 100 - 450j divided by 2 square plus 9 square, 4 plus 81, 85. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ 1.176 minus 5.294j. കാൽക്കുലേറ്റർ നല്ലപോലെ യൂസ് ചെയ്തു, ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മൾ എന്തെടുക്കുന്നത്, കറന്റ് സോഴ്സ് മാത്രം എടുക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് മാത്രം എടുത്തപ്പോൾ ഈ ഒരു പോർഷൻ സർക്യൂട്ടിലേ ഇല്ല, കറണ്ട് ഓപ്പൺ ആണ്, ഇതിന്റെ എഫക്റ്റ് ഇല്ല. സോ ഇത് ജസ്റ്റ് ഒരു നിങ്ങൾ പഠിച്ച പോലെ വോൾട്ടേജ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് J4 plus 2 plus J5 ഈസി ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കറന്റ് സോഴ്സ് മാത്രം എടുക്കുക. കറന്റ് സോഴ്സ് മാത്രം എടുക്കുമ്പോൾ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് അല്ലേ, കറന്റ് സോഴ്സ് മാത്രം എടുക്കുമ്പോൾ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് അല്ലേ. അപ്പൊ ഇവിടെ ഷോർട്ട് ആവും, കറണ്ട് 20 ∠30° ഇങ്ങോട്ട് വരും. ഇത് നോക്കേണ്ട ആവശ്യമില്ല, കറണ്ട് എന്തായാലും ഒരു സംഭവത്തോട് കടന്നു വരുമ്പോൾ ഇവിടെ എത്തുമ്പോഴും സെയിം കറണ്ട് തന്നെയാണ്. ഇത് രണ്ട് ഭാഗത്തോട്ട് വിഭജിച്ച് അങ്ങ് പോവുക ചെയ്യുന്നത്. ഒന്ന് 2 plus J5 പോവും, ഒന്ന് J4 പോവും. കറണ്ട് ഡിവിഷൻ യൂസ് ചെയ്താൽ മതി, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ സർക്യൂട്ട് വരയ്ക്കാം. കൺസിഡറിങ് ഓൺലി കറന്റ് സോഴ്സ്. കൺസിഡറിങ് ഓൺലി കറന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് സോഴ്സ് ഷുഡ് ബി വോൾട്ടേജ് സോഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്യണം. അപ്പോ വോൾട്ടേജ് സോഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്തു. ഇവിടെ ഒരു ഇമ്പിഡൻസ് ആണ് 4j ohm, പിന്നെ നമ്മുടെ 2 plus 5j. ഇതിനെ ക്രോസിലെ കറണ്ട് ആണല്ലോ കണ്ടുപിടിക്കണ്ടേ. ഗ്രൗണ്ട് ഇവിടെ എന്താണ്, ഒരു -3j ഉണ്ട്, അതവിടെ ഉണ്ടായിക്കോട്ടെ. 20 ∠30° കറന്റ് സോഴ്സ് ആണ്, ഫേസറിൽ എഴുതിയിരിക്കുകയാണ്. 20 ∠30° ഇവിടെ വരെ വരും. ഇവിടെ വരുന്ന 20 ∠30° ഇങ്ങനെ വന്ന് രണ്ട് പാർട്ടിലോട്ട് പോകും. അതിൽ ഒരു പാർട്ടിന് ഇമ്പിഡൻസ് 4j ആണ്, മറ്റേ പാർട്ടിന് ഇമ്പിഡൻസ് 2 plus 5j ആണ്. നമുക്ക് ഇതാ 2 plus 5j അക്രോസിലെ കറണ്ടാണ് വേണ്ടത്. അപ്പൊ 2 plus 5j അക്രോസിലെ കറണ്ട് എന്താണ്, ടോട്ടൽ കറണ്ട് ഇൻറ്റു മറ്റേ ബ്രാഞ്ചിൽ ഇമ്പിഡൻസ് ഡിവൈഡഡ് ബൈ മറ്റേ ബ്രാഞ്ചിൽ ഇമ്പിഡൻസ് പ്ലസ് ഈ ബ്രാഞ്ചിൽ ഇമ്പിഡൻസ്. ഓക്കെ, പിന്നെ എപ്പോഴും നമ്മൾ കറണ്ട് ഡിവിഷൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ വേറെ വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ കറണ്ട് ഡിവിഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എക്സാമിനൊക്കെ ഒരുപാട് പേര് മിസ്റ്റേക്ക് വരുത്തിയ കാര്യം. ഇപ്പൊ ഇവിടെ നോക്കൂ, ഒരു കറണ്ട് സോഴ്സ് മാത്രമേ ഉള്ളൂ, അത് രണ്ട് പാർട്ടിലോട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് പോവാ. ഇവിടെ നമുക്ക് സുഖമായിട്ട് കറണ്ട് ഡിവിഷൻ ഉപയോഗിക്കാം. നേരെ മറിച്ച് ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിലോ, ആ വോൾട്ടേജ് സോഴ്സ് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കറണ്ട് ഡിവിഷൻ ചുമ്മാ അങ്ങനെ കൊടുക്കാൻ പറ്റൂല. ഇവിടെ കറണ്ട് വരാൻ ഈ ഒരു മാർഗ്ഗേ ഉള്ളൂ, അത് ഡിവൈഡ് ചെയ്ത് പോകുന്നു, ആൻഡ് കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോ ഇനി കറണ്ട് ത്രൂ, ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് I2 ആണ്. ഓക്കെ, I2 എന്താണ്, ടോട്ടൽ കറണ്ട് 20 ∠30° ഇൻറ്റു മറ്റേ ബ്രാഞ്ചിൽ ഇമ്പിഡൻസ് 4j ഡിവൈഡഡ് ബൈ മറ്റേ ബ്രാഞ്ചിൽ ഇമ്പിഡൻസ് പ്ലസ് നമുക്ക് വേണ്ട ബ്രാഞ്ചിൽ ഇമ്പിഡൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ∠30° ഇൻറ്റു 4j by 2 plus 9j. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, 20 ∠30° ഇതാക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ലാക്കാണ്. 4j നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 4 ∠90° എഴുതിക്കൂടെ. 2 plus 9j എഴുതുന്ന √2 square plus 9 square ആംഗിൾ tan inverse of 9/2. അപ്പോ 20 into 4 80 by √4 plus 81 √85, അത് 9.21 ആണ്. ആംഗിൾ എന്തായിരിക്കും, 30 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആംഗിൾ എന്തായിരിക്കും, ആഡ് ആവും. 30 plus 90 120 ആയിരിക്കും. ഇത് മൈനസ് അല്ലേ, മേലേക്ക് എത്തുമ്പോൾ മൈനസ് ആവും. മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 4.5 ഡിഗ്രിയിൽ കിട്ടണം. ഇതൊക്കെ കാൽക്കുലേറ്ററിൽ ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, 80 by 9.2 സംതിങ് 8.686 ആംഗിൾ 120° മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 4.5 എന്ന് പറയുന്നത് 77.47 ആണ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാട്ടോ എന്റെ വിചാരം, കാൽക്കുലേറ്ററിൽ ചെയ്യാൻ. 8.68 ലെസ് ദാൻ 42.53°. ഇത് I2 ആണ്. മറ്റേ I2 എന്ന് പറയുന്നത്, ഇനി I2 I1 ആഡ് ചെയ്യണ്ടേ. I1 അവിടെ കിടക്കുന്നുണ്ട്. I1 എന്താണ്, 1.176 മൈനസ് 5.294j ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കോംപ്ലക്സ് ആ ബെസ്റ്റ്.
ഫേസർ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ കൊള്ളാം, ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഇതിന് വീണ്ടും എന്താക്കണം, വീണ്ടും ഇതൊക്കെ കാൽക്കുലേറ്ററിൽ പെട്ടെന്ന് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ആയ ഈ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ തെറ്റാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് കാൽക്കുലേറ്റർ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ കറക്റ്റായി ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. 6.4 പ്ലസ് ജെ ഇൻറ്റു 5.9 ആണ്. അപ്പോ കറന്റ് എന്താണ്, ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത് I1 പ്ലസ് I2 ആണ്. I1 നമുക്ക് നേരത്തെ കിട്ടി 1.176 മൈനസ് 5.294 ജെ. I2 എന്താണ് 6.4 പ്ലസ് ജെ 5.9. ഇത് ചെയ്യുമ്പോൾ എന്താവും 7.6 പ്ലസ് ജെ ഇൻറ്റു 0.62. ഇത് ഇങ്ങനെ കിട്ടിയാൽ മതി, എങ്ങനെ വേണമെങ്കിലും കറക്റ്റ് എഴുതിയാൽ മതി. ഇനി ഫേസറിലാണെങ്കിൽ എന്ത് ചെയ്യണം, റൂട്ട് ഓഫ് 7.6 സ്ക്വയർ പ്ലസ് 0.62 സ്ക്വയർ ടാൻ ഇൻവേഴ്സ് ഓഫ് 0.62 എല്ലാം എഴുതിക്കോ. നിങ്ങൾ സമയം പോലെ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, ആൻസർ മാർക്ക് കിട്ടുമായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുക. എ സി ആവുമ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കരുത്. എ സി അനാലിസിസ് മറ്റേതുപോലെ തന്നെയല്ലേ, സാധാരണ വോൾട്ടേജ് പോലെ തന്നെ. ഇങ്ങനെ ഈ ഒരു കൺവേർഷൻ ഒക്കെ നിങ്ങൾ കറക്റ്റ് ആക്കിയാൽ മതി. ആൻഡ് അത് നെറ്റ്വർക്കുമായിട്ട് റിലേറ്റഡ് അല്ല, നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സ്കിൽസുമായിട്ട് റിലേറ്റഡ് ആണ്. കണ്ടിട്ട് പേടിക്കരുത്. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. ടാൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, സൈൻ ഇൻവേഴ്സ് ഇതൊക്കെ ഡിഗ്രിയിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക. റൂട്ട് ഇതൊക്കെ പെട്ടെന്ന് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. നിങ്ങൾ മാക്സിമം കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കും അവസാനം വരെ നിങ്ങൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും, ടൈം ഒരുപാട് പോകും. ആദ്യം തന്നെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ ശീലിക്കണം, എസ്പെഷ്യലി നെറ്റ്വർക്ക് പോലത്തെ എക്സാമിന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കറന്റ് I and verify reciprocity theorem for the network shown below. അപ്പൊ റെസിപ്രോസിറ്റി തിയറം എന്താന്നുള്ളത് ഓർത്തെടുക്കണം. നമുക്കിതൊരു റിവിഷനും കൂടിയാണ് അല്ലെ, ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒരു റിവിഷൻ കൂടിയാണ് ഈ ഒരു PYQ സെഷനിൽ. റെസിപ്രോസിറ്റി തിയറം പറയുന്നത് എന്താണ്, ഒരു ലീനിയർ ആയിട്ടുള്ള ബൈലേറ്ററൽ ആയിട്ടുള്ള സിംഗിൾ സോഴ്സ് നെറ്റ്വർക്കിൽ the ratio of response to excitation remains the same even when the positions of the response and excitation are interchanged. ഇതൊരു ലീനിയർ ആയിട്ടുള്ള ബൈലേറ്ററൽ ആയിട്ടുള്ള നെറ്റ്വർക്ക് ആണ്. ഒരു സോഴ്സ് ആണ് ഉള്ളത്, അതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. The ratio of response to excitation remain the same. എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, സോഴ്സ് കൊടുക്കുന്നതാണ് അല്ലെ. ഇവിടെ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് 20 വോൾട്ട് ആണ്. ആ എക്സൈറ്റേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു സംതിങ് ഇവിടെ കറണ്ട് ആണ്, അതിനാണ് റെസ്പോൺസ് എന്ന് പറയുന്നത് അല്ലെ. റെസ്പോൺസ് എന്ന് പറയുമ്പോഴും ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഔട്ട്പുട്ട് അല്ലെ. അപ്പോൾ the ratio of response to excitation remains the same even when the position of the response and excitation are interchanged. അപ്പോൾ ഒരു നോക്ക്, ഈ 20 വോൾട്ട് ആണ് ഉള്ള സോഴ്സ്, ഇതാണ് ഇവിടുത്തെ എക്സൈറ്റേഷൻ. ഇപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. റൈറ്റ് സൈഡിലുള്ള 6 ഓമിന് അക്രോസ് ഉള്ള കറണ്ട് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നമുക്ക് ആ റേഷ്യോ എടുക്കാം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഈ ഒരു സർക്യൂട്ട് വരച്ച് സിമ്പിൾ ആണ്. ഫസ്റ്റ് നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഈ സർക്യൂട്ടിൽ നമ്മുടെ എന്താണ് റെസ്പോൺസ് അല്ലെങ്കിൽ എക്സൈറ്റേഷൻ എന്ന് അറിയാമല്ലോ. എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ 20 വോൾട്ട് ആണ്. എക്സൈറ്റ് ചെയ്യുന്ന സാധനമാണ് എക്സൈറ്റേഷൻ. ഇൻപുട്ട് കൊടുക്കുന്നത് എപ്പോഴും സോഴ്സ് ആണ്. സോ അതാണ് എക്സൈറ്റേഷൻ. ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ സോഴ്സ് ലെഫ്റ്റ് സൈഡിലാണ്, നമ്മൾ റെസ്പോൺസ് എടുക്കുന്നത് റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിലുള്ള ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് കറണ്ട്, എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് 20 വോൾട്ട്. അപ്പൊ ഈ കറണ്ട് കണ്ടുപിടിച്ചേ, നോഡൽ ചെയ്യാലോ. ഇത് എക്സ് ആണെങ്കിൽ എന്താണ്, പെട്ടെന്ന് നോഡൽ ചെയ്തേ, ഔട്ട് ഗോയിങ് ആയിട്ട് എടുത്തേ. എക്സ് മൈനസ് 20/5 ലെഫ്റ്റ് സൈഡ്, x/10 സെന്റർ, x/10 is equal to 0. 2x minus 40 plus 2x is equal to 0. 4x is equal to 10. 4x equal to 40, x equal to 10 volt. അപ്പോ x 10 വോൾട്ട് ആണ്. x 10 വോൾട്ട് ആണെങ്കിൽ ഈ കറണ്ട് എന്തായിരിക്കും, 10/4 plus 6. 10/10 1 ആംപിയർ ആണ് വരുന്നത്. I എന്താണ്, 1 ആംപിയർ ആണ്. അപ്പോ റെസ്പോൺസ് ടു എക്സൈറ്റേഷൻ എന്താണ്,
എക്സൈറ്റേഷൻ എന്താണ്? 1/20 ആണ്. ഓക്കെ, ശരി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാ. എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വെച്ചാൽ ഇവിടെ നൗ വി ആർ എക്സ്ചേഞ്ച്. ഇതൊരു സെക്ഷനാണ്, ഇതൊരു സെക്ഷനാണ്. നൗ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാണ്. ഇനി നമ്മൾ ഇപ്പൊ നേരത്തെ എന്താണ്? റെസ്പോൺസ് റൈറ്റ് സൈഡിൽ നിന്ന് എടുത്തു, എക്സൈറ്റേഷൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊടുത്തു. ഇനി നമ്മൾ എക്സൈറ്റേഷൻ റൈറ്റ് സൈഡിൽ കൊടുത്ത് റെസ്പോൺസ് ലെഫ്റ്റ് സൈഡിൽ എടുക്കുകയാണ്. റെസ്പോൺസ് എന്ന് പറയുന്നത് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല, സോഴ്സ് മാത്രം മാറ്റിയാൽ മതി. റെസ്പോൺസ് ഇപ്പൊ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇനി ഇതാണ് നമ്മുടെ പുതിയ റെസ്പോൺസ്. ബാക്കിയൊക്കെ സെയിം, ഒന്നും വേണ്ട ആവശ്യമില്ല. ഈ 6 ഓമിനുള്ള പ്രസക്തി റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നു എന്നുള്ളതാ പ്രസക്തി. പക്ഷെ നമ്മൾ സോഴ്സിനെ എവിടെ കൊണ്ടുപോകണം? സോഴ്സിനെ ഈ 6 ഓമിന്റെ കൂടെയാണ് ഇപ്പൊ നമ്മുടെ 20 വോൾട്ട്. 20 വോൾട്ട് ഉള്ളത് അല്ലെ? ആ സർക്യൂട്ടും ഈ സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എക്സൈറ്റേഷൻ ഇവിടെ, റെസ്പോൺസ് ഇവിടെ റൈറ്റ് സൈഡിലായിരുന്നു, എക്സൈറ്റേഷൻ ലെഫ്റ്റ് സൈഡിലായിരുന്നു. നമ്മൾ മാറ്റുക, എക്സൈറ്റേഷൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറ്റി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഇവിടുന്ന് എടുക്കുന്ന കറണ്ട് നമ്മൾ ഇതിന് അക്രോസ് ആണ് ഇപ്പൊ പുതിയ കറണ്ട്. നോഡിൽ അപ്ലൈ ചെയ്യാലോ. നോഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് എക്സ് എടുക്കാം, ഇതെല്ലാം ഔട്ട് ഗോയിങ് ആയിട്ട് എടുക്കാം. x/5 പ്ലസ് x/10 പ്ലസ് x minus 20/10 is equal to 0. 2x plus x plus x minus 20 is equal to 0. മറ്റേ പോലത്തെ ഇക്വേഷൻ തന്നെ വരുന്നത്. സോറി, 20 ആണോ? അപ്പോൾ 3x 4x 4x equal to 20. ഇവിടെ x 5 വോൾട്ട് ആണ്. x 5 വോൾട്ട് ആണെങ്കിൽ x 5 വോൾട്ട് ആണ്. x 5 വോൾട്ട് ആണെങ്കിൽ ഈ കറണ്ട് എത്രയാ? ഇവിടെ 5 വോൾട്ട് ആണ്, 5 ഓം ഇവിടെ ഗ്രൗണ്ട് ആണ്. കറണ്ട് എത്രയാണ്? 1 ആംപിയർ ആണ്. ഇപ്പോഴും കറണ്ട് 1 ആംപിയർ ആണ്. റെസ്പോൺസ് ടു എക്സൈറ്റേഷൻ ഇപ്പോഴും എന്താണ്? 1/20 ആണ്. സോ റെസിപ്രോസിറ്റി തിയറം ഇസ് പ്രൂവ്ഡ്. ഇത് മറ്റേ എ സിയുടെ ക്വസ്റ്റ്യനിലെ നമ്മൾ നേരത്തെ ചെയ്ത എ സിയുടെ ക്വസ്റ്റ്യന്റെ ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യായിരിക്കും നല്ലത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് റെസിപ്രോസിറ്റി തിയറം എഴുതി വെക്കുക. റെസിപ്രോസിറ്റി തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഈ സർക്യൂട്ട് എടുക്കുക. വിത്തൗട്ട് എക്സ്ചേഞ്ചിങ് ഈ സർക്യൂട്ട് എടുത്തിട്ട് എക്സൈറ്റേഷൻ വിൽ ബി ഒബ്വിയസ്ലി നമ്മുടെ സോഴ്സ് ആയിരിക്കും. ഇവിടെ കറണ്ട് ആണെങ്കിൽ അതായിരിക്കും എക്സൈറ്റേഷൻ. സോ ഈ കറണ്ട് ഇവിടെ അവർ ഈ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് I എന്നുള്ളത്. അതിനർത്ഥം ഇതാണ് റെസ്പോൺസ് എന്നാണ്. എക്സൈറ്റേഷൻ വിൽ ബി നമ്മുടെ സോഴ്സ് ആയിരിക്കും. അപ്പോൾ അത് നോർമലി സോൾവ് ചെയ്തിട്ട് കറണ്ട് കണ്ടുപിടിച്ചിട്ട് 1/20 ആണ് അതിന്റെ റേഷ്യോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ലെഫ്റ്റ് സൈഡിൽ സോഴ്സ് നേരെ കൊണ്ടുപോയിട്ട് റൈറ്റ് സൈഡിൽ എടുക്കുക. എന്നിട്ട് കറണ്ട് നമ്മൾ ഈ 6 ഓമിന് അക്രോസ് ഉള്ള കറണ്ട് നമ്മൾ ഇവിടെ നോക്കുക. ഇതിന് അക്രോസ് ഉള്ള കറണ്ട് ആക്കുക. സോഴ്സ് മാത്രം അങ്ങോട്ട് മാറ്റിയാൽ മതി. റെസിസ്റ്റൻസ് ഒക്കെ അവിടെ തന്നെ കിടക്കട്ടെ. ഈ 6 ഓമിനെ ഇവിടെ 6 ഓമിന് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ 20 ഓം ഇവിടെ സീരീസിൽ 20 വോൾട്ട് സീരീസിൽ വെച്ചാൽ മതി. കറണ്ട് 6 ഓമിന് അക്രോസ് എടുക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി എന്ന് മാത്രം, അല്ലാതെ 6 ഓം ഒന്നും മാറ്റേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് വോൾട്ടേജ് കിട്ടും. അപ്പോഴും കറണ്ട് സെയിം ആണ്. അപ്പൊ നിങ്ങൾ എഴുതണം ഇപ്പൊ ന്യൂ റെസ്പോൺസ് ടു എക്സൈറ്റേഷനും 1/20 ആണ്. റെസിപ്രോസിറ്റി തിയറം ഇസ് പ്രൂവ്ഡ്. ഇങ്ങനെ എഴുതിയാൽ 4 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് മറ്റേ എ സി ഒക്കെ ചെയ്യുന്നതിന്റെ 5-1 സമയം കൊണ്ട് ഫുൾ മാർക്ക് സോൾവ് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of s is equal to. ഇത് എങ്ങനെ ചെയ്യും? ഇൻവേഴ്സ് എങ്ങനെയാ ചെയ്യുക? പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് അല്ലേ? f of s is equal to, ഇത് 12th പഠിക്കുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ, 11th 12th അല്ലേ പഠിക്കുന്നത്. അപ്പൊ s+1 ഇൻറ്റു ഇങ്ങനെ വന്നാൽ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ പല പല ഫോർമാറ്റിലുള്ളത് പഠിക്കുന്നില്ലേ? a/s+1 പ്ലസ് b/s-2 പ്ലസ് c/s-2 ഹോൾ സ്ക്വയർ ആണ്. എന്നിട്ട് as-2 പ്ലസ് bs+1/s+1 s-2 പ്ലസ് c/s-2 ഹോൾ സ്ക്വയർ ആണ്. 5 സ്ക്വയർ മൈനസ്, ഞാൻ എല്ലാ സ്റ്റെപ്പും എഴുതി സോൾവ് ചെയ്യുന്നത്
ഒരാൾക്ക് പോലും ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോ പെട്ടെന്ന് കിട്ടുന്ന ആൾക്കാര് ഇതൊന്നും കണ്ട് സമയം കളയണ്ട. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് നിങ്ങൾ പഠിച്ച മെത്തേഡും ഒക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിട്ട് സഹായം ഇല്ലാതെ തന്നെ ഇതെല്ലാം കിട്ടുമായിരിക്കും. ദാറ്റ്സ് ഫൈൻ. പക്ഷെ ഏതെങ്കിലും ഒരാൾക്കൊരു ബെനിഫിറ്റ് ആയിരുന്നെങ്കിൽ അതല്ലേ നല്ലത്. s-2 into s-2 whole square. അപ്പോൾ ഒരു s-2 എക്സ്ട്രാ ഉണ്ട്. a into അപ്പൊ s-2 എല്ലാത്തിനും കുറയ്ക്കുക. b s+1 s-2 പ്ലസ് ഇതെല്ലാം പഠിച്ചു വെച്ചോട്ടോ. ഇതൊക്കെ സിഗ്നൽസിൽ കൺട്രോളിലൊക്കെ നല്ല ആവശ്യമുള്ള കാര്യം. അപ്പൊ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയില്ലേ. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു എക്സ്ട്രാ ഒരു s-2 ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവിടുത്തെ മുകളിലത്തെ ന്യൂമിനേറ്റർ ആയിട്ട് കുറയ്ക്കുക ചെയ്തത്. നമ്മൾ s ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. s ഏതാ കൊടുക്കണ്ടേ? s2 ഇട്ട് കൊടുത്താൽ എന്താണ്? 5 into 2 square 5 into 4 20. s2 കൊടുത്താൽ 20 minus 30 minus 11 is equal to c into 3c വരും. minus 10 minus 11 minus 21 is equal to 3c വരും. c എന്ന് പറയുന്നത് -7 ആണ്. ഇനി ഇതുപോലെ s -1 ഇട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് a കിട്ടും. a എന്താണ്? അത് നിങ്ങൾ ചെയ്യാം കേട്ടോ. a 1 ആണ്, b 4 ആണ്, c ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ, ബാക്കി നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ f of s ഇപ്പൊ എന്താണ്? ലൈക്ക് നമ്മൾ പറഞ്ഞ പോലെ a by s+1 plus b by s-2 plus c by s-2 whole square is equal to 1 by s+1 plus 4 by s-2 minus 7 by s-2 whole square. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to at f of t ആണ് f of s minus a. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u of t 1 by s ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus t u of t 1 by s plus 1 ആവും. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to 2t u of t 1 by s minus 2 ആവും. അപ്പൊ നമുക്ക് അത് ഈസി ആയിട്ട് കിട്ടി അല്ലേ. e raised to minus t u of t നേരത്തെ മാർക്കല്ലേ 4 e raised to 2t u of t. പിന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t f of t എന്താണ്? മൈനസ് d by ds of f of s ആണ്. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to 2t എന്ന് പറയുന്നത് 1 by s minus 2 ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t e raised to 2t എന്താണ്? മൈനസ് d by ds of 1 by s minus 2 minus s minus 2 into d by d of 0 0 minus 1 into 1 by s minus 2 whole square. അതായത് അറിയാലോ 1 by s minus 2 whole square വരും. അപ്പോൾ -7 into t e raised to 2t u of t വരും. സോ ഇങ്ങനെ എഴുതിയാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഞാൻ പേപ്പർ നോക്കിയത് എനിക്ക് മനസ്സിലായത് ലാപ്ലേസ് എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി ലാപ്ലേസിന്റെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ട്രാൻസിയൻസ് ആണ്. നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അല്ലേ. നോക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? A network shown in the figure has occurred steady state with the switch closed for t less than 0. അപ്പൊ t less than 0 സ്വിച്ച് ക്ലോസ്ഡ് ആയിരുന്നു. t equal to 0 സ്വിച്ച് ഓപ്പൺഡ് ആണ്. obtain current through t greater than 0. current through I of t എന്ന് പറയുന്നത് ഇൻഡക്ടറിന് അക്രോസ് ഉള്ള കറണ്ട് ആണ്. ഓക്കെ, ട്രാൻസിയൻസ് ആദ്യം എങ്ങനെയായിരുന്നു? t equal to 0 മൈനസിൽ എങ്ങനെയാണ്? ക്ലോസ്ഡ് ആയിരുന്നു അല്ലേ. t equal to 0 മൈനസില് സ്വിച്ച് ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ t equal to 0 മൈനസ് എന്തിനാ കണ്ടുപിടിക്കുന്നത്? ഇനീഷ്യൽ കറണ്ട് വല്ലതുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പൊ 36 വോൾട്ട് 10 ഓം ക്ലോസ്ഡ് ആണ് 4 ഓം ഇൻഡക്ടർ. ഇങ്ങനെ കുറേ കാലമായിട്ട് നിലനിന്നിരുന്ന സർക്യൂട്ട്. -ഇൻഫിനിറ്റി മുതൽ സർക്യൂട്ട് ഇങ്ങനെയായിരുന്നു.
t equal to 0 മൈനസ് ആയി, ഒരുപാട് സമയം കടന്നുപോയി. ഇൻഡക്ടർ സ്റ്റഡി സ്റ്റേറ്റ് എന്താ? ഷോർട്ട് സർക്യൂട്ട്. IL of 0 മൈനസ് എങ്ങനെ കണ്ടുപിടിക്കും? നോഡൽ അനാലിസിസ് ചെയ്യാം. ഇങ്ങനെ 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 എക്സ് കണ്ടുപിടിച്ചാൽ കിട്ടുമല്ലോ. എക്സ് മൈനസ് 36/10 പ്ലസ് x/4 പ്ലസ് ഇതൊക്കെ ഗ്രൗണ്ട് ആണ്, പ്ലസ് x/4 is equal to 0. X minus 36/10 plus x/2 is equal to 0. X minus 36 plus 5x is equal to 0. 6x is equal to 36. X equal to 6 volt. X 6 volt ആണെങ്കിൽ IL of 0 minus എന്താണ്? 6/4. 6/4 അല്ലേ? അല്ലടാ, 6 വോൾട്ട് അല്ലേ? ഇവിടെ എക്സ് 6 വോൾട്ട് ആണെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് ആണ്. അപ്പൊ കറണ്ട് ത്രൂ ദി ഇൻഡക്ടർ 0 മൈനസിൽ എന്തായിരിക്കും? 6/4 ആണ്. 6/4. 6/4 എന്താണ്? 1.5 ആംപിയർ. ആൻഡ് IL of 0 മൈനസ് തന്നെയല്ലേ ഇൻഡക്ടറിന്റെ കേസിൽ IL of 0 പ്ലസ്? ബിക്കോസ് ഇൻഡക്ടർ doesn't allow sudden change in the current just as a capacitor which does not allow a sudden change in voltage. ഇനി t equal to 0 സ്വിച്ച് ഓപ്പൺ ആയി. അപ്പൊ t greater than 0 എങ്ങനെയാണ്? സ്വിച്ച് ഓപ്പൺ ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ആയിട്ടൊന്നും നമുക്കൊരു ബന്ധവുമില്ല. ഓക്കെ, റൈറ്റ് ഇങ്ങനെ വരയ്ക്കുക. ഒരു 4 ohm ഉണ്ട്, അവിടെ ഒരു 4 ohm ഉണ്ട്, ഇവിടെ 2 ഹെൻറി ഉണ്ട്. 2 ഹെൻറി ഉണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പൊ ആദ്യം ഒരു ഇനീഷ്യൽ കറണ്ട് ഉണ്ടാവും. ഇതിന് ആദ്യം ഒരു ഇനീഷ്യൽ കറണ്ട് ഉണ്ടാവും, കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതങ്ങ് അവസാനിക്കും. സോ ഒബ്റ്റെയിൻ I of t for t greater than 0 എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ അല്ല, കണ്ടിന്യൂസ് വാല്യൂ ആണ്. IL of 0 മൈനസ് ആണ് 1.5 ആംപിയർ. ഇങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ IL of ഇൻഫിനിറ്റി എന്തായിരിക്കും? ഇതൊരു സോഴ്സ് ഫ്രീ സർക്യൂട്ടാ. ഇത് ഇപ്പൊ നിലനിൽക്കുന്നത് ഇൻഡക്ടറിന്റെ അക്രോസിൽ ഇനീഷ്യൽ കറണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. വേറെ എന്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യാനുള്ള സോഴ്സ് ഇവിടെ ഉണ്ടോ? വേറെ എന്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യാനുള്ള സോഴ്സ് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ IL of ഇൻഫിനിറ്റി എന്താണ്? IL of 0 മൈനസ് 1.5 ആണ്. IL of 0 പ്ലസിൽ ഉണ്ടാവും, കുറച്ച് സമയം കൂടി ഉണ്ടാവും. പക്ഷെ t greater than 0 സർക്യൂട്ട് റീഡ്രോ ചെയ്യുമ്പോൾ സോഴ്സ് അപ്പുറത്തെ സൈഡിൽ ഡിസ്കണക്റ്റഡ് ആണ്. IL of ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സോഴ്സ് ഫ്രീ സർക്യൂട്ട് ആണ്. അപ്പൊ അവിടുത്തെ എന്തായിരിക്കും? 0 ആയിരിക്കും. ടോ എന്ന് പറയുന്ന ടൈം കോൺസ്റ്റന്റ് ആണ്. അത് L/R ഇക്വാലന്റ് ആണ്. L എന്താണ്? L 2 ഹെൻറി ആണ്. R ഇക്വാലന്റ് എന്താണ്? ഈ L റിമൂവ് ചെയ്താൽ ഈ 4 ohm 4 ohm സീരീസിലല്ലേ? 8 1/4. അങ്ങനെയാണെങ്കിൽ IL of t എന്താണ്? IL of t is equal to IL of infinity plus by heart പഠിച്ചു ഈ ഫോർമുല. IL of 0 minus IL of infinity e raised to minus t/2. തിരിഞ്ഞു പോവല്ലേ? IL of 0 IL of infinity തിരിഞ്ഞു പോരുത്. കഴിഞ്ഞ പ്രാവശ്യം ചിലർക്കൊക്കെ തിരിഞ്ഞു പോയിരുന്നു അത്. t/τ എന്താ? ടോ എന്ന് പറയുന്നത് 2/8 അല്ലേ? 1/4. 1.5 e raised to minus 40 ആംപിയർ. ഇതാണ് നമ്മുടെ കറണ്ട്. അപ്പൊ ഇത് ഈസി ആയിട്ട് നമ്മൾ ട്രാൻസിയൻസിന്റെ എല്ലാ ക്ലാസ്സിലെല്ലാം ഇരുന്ന് നമ്മുടെ യൂട്യൂബ് വീഡിയോ എല്ലാം കണ്ട ഏതൊരു കുട്ടിക്കും ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇൻഡക്ടറിനെ അക്രോസുള്ള കറണ്ടാ. ഇൻഡക്ടറിനെ അക്രോസ് അവർ പറയുന്നില്ല, I of t for t greater than 0 എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് ഇൻഡക്ടറിനെ അക്രോസുള്ള കറണ്ട് ആണ്. ഇൻഡക്ടറിനെ അക്രോസുള്ള കറണ്ട് ചോദിച്ചാൽ ഡയറക്ട്ലി നിങ്ങൾക്ക് ഈ ഫോർമുല എഴുതാൻ പറ്റും. IL of t is equal to പറഞ്ഞിട്ട് ഫോർമുല എഴുതാൻ പറ്റും. പക്ഷെ ഇൻഡക്ടറിന്റെ അക്രോസിലെ വോൾട്ടേജ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നെങ്കിൽ, ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദിക്കാലോ, VL of t എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ V of t എന്ന് പറഞ്ഞിട്ട് ഇൻഡക്ടറിന്റെ അക്രോസിലെ വോൾട്ടേജ് മാർക്ക് ചെയ്ത് ചോദിച്ചാൽ ഒരിക്കലും ഡോണ്ട് യൂസ് ഫോർമുല. ഇൻഡക്ടറിന്റെ അക്രോസിലെ കറണ്ടിനും കപ്പാസിറ്ററിന്റെ അക്രോസിലെ വോൾട്ടേജിനൊക്കെയാണ് ഈ ഫോർമുല ഉള്ളത്. ഫോർമുല VC of t എന്നൊക്കെ പറയുന്നത് ഇത് ഇൻഡക്ടറിനും ഇത് കപ്പാസിറ്ററിന്റെ വോൾട്ടേജിനുള്ള ഫോർമുലയാണ്. VL of t ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? L into di/dt ചെയ്യണം. ഈ ഒരു കേസിലാണെങ്കിൽ നിങ്ങളോട് VL of t ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ L എന്താ? ഇൻഡക്ടറിന്റെ വാല്യൂ എന്താ? 2 into d/dt of 1.5 e raised to minus 40 volt ആണ്. 3 into minus 4
e⁻⁴t വോൾട്ട് ഇങ്ങനെ ചെയ്യണം. അതുപോലെ കപ്പാസിറ്ററിന് അക്രോസിലെ വോൾട്ടേജ് ചോദിച്ചാൽ ഡയറക്ട്ലി ഫോമുല ചെയ്യാം. കപ്പാസിറ്ററിന് അക്രോസിലെ കറണ്ട് ചോദിച്ചാലോ CdV/dt ചെയ്യണം. അപ്പൊ കഴിഞ്ഞ സീരീസിൽ സെക്കൻഡ് സീരീസ് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും കണ്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ അതിൽ കുറെ പേര് വരുത്തിയ മിസ്റ്റേക്ക് ആണ്. ഇൻഡക്ടറിന്റെ അക്രോസിൽ കറണ്ട് ആണ് ചോദിച്ചെങ്കിൽ ഡയറക്ട്ലി ഇത് ചെയ്യാം. ഇൻഡക്ടറിന്റെ അക്രോസിൽ വോൾട്ടേജ് ചോദിച്ചാൽ ഒരിക്കലും VL(0 - VL∞+ അങ്ങനെ ചെയ്യരുത്. ഇൻഡക്ടർ ആണോ? ഇൻഡക്ടർ ആണെങ്കിൽ എന്താണ്? കറണ്ട് ആണ്. IL(0 - IL(0+). പക്ഷെ VL(0 - ഒരിക്കലും VL(0+) ഒന്നുമല്ല. അതുപോലെ IL ആണ് എന്തായാലും ഇൻഡക്ടറിന്റെ അക്രോസിൽ എന്ത് സംഭവം ചോദിച്ചാലും ആദ്യം കറണ്ട് കണ്ടുപിടിക്കുക. കറണ്ട് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ സ്റ്റോപ്പ് ദിസ്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഇൻഡക്ടറിന്റെ അക്രോസിൽ വോൾട്ടേജ് ഞാൻ സീരീസിന് ചോദിച്ചിരുന്നു, നിങ്ങൾ വേറെ എന്തൊക്കെയോ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അതുപോലെ ഒരു കപ്പാസിറ്ററിന്റെ അക്രോസിലെ വോൾട്ടേജ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ യു കൻ ഡയറക്ട്ലി ഡു ലൈക്ക് ദിസ് VC(t) = VC∞+ ചെയ്യാം. പക്ഷെ കപ്പാസിറ്ററിന്റെ അക്രോസിൽ കറണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും IC(t) എന്ന് പറയും അത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ. Obtain the transient current response of a series RC circuit when subjected to a DC input voltage V. DC input voltage ആണ്. എങ്ങനെ ചെയ്യും? അപ്പൊ ഈ ഒരു പേപ്പറിൽ ടഫ് ക്വസ്റ്റ്യൻസും DC ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ അത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. Obtain the transient current response of a series RC circuit. സീരീസ് RC സർക്യൂട്ട് എന്താ? R ഉണ്ട്, C ഉണ്ട്. When subjected to a DC input voltage V. ഫിഗർ ഒന്നും തന്നിട്ടില്ല. നിങ്ങൾ ഈ ഫിഗർ ഇങ്ങനെ വരയ്ക്കും. V ആണ് whatever. V ആണ് നിങ്ങളുടെ DC ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ? ഇങ്ങനൊരു സംഭവം വന്നാൽ നിങ്ങൾ വിചാരിക്കും ട്രാൻസിയൻസ് എവിടെയാണ്? ട്രാൻസിയൻസ് എപ്പോഴും വരുന്നത് ഒരു സ്വിച്ച് ഒക്കെ ഉള്ള കേസിലല്ലേ? അല്ലേ? Obtain the transient current response. അപ്പൊ കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. Obtain the transient current response of a series RC circuit when subjected to DC input voltage V. അപ്പോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് U(t) എന്ന് പറയുന്നത് 1/s ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ കോൺസ്റ്റന്റ് ഇൻറ്റു U(t) എന്ന് പറയുന്നത് 1/s ആണ്. അപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത് ട്രാൻസിയന്റ് കറണ്ട് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ട്രാൻസിയന്റ് എന്ന് പറഞ്ഞൊരു ചേഞ്ച് ആണ്. ഒരു സ്വിച്ച് ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ നമ്മുടെ ലാപ്ലേസ് അനാലിസിസും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ലാപ്ലേസ് അനാലിസിസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ഇൻപുട്ട് ആണെന്ന് വിചാരിച്ചോ, ഇത് കറണ്ട് ആണ്. കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ എന്താണ്? 1/, അല്ലെ? കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ എന്താണ്? സോറി, C × dVC(t/dt). അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്താണ്? VC(t) = 1/C ഇന്റഗ്രൽ I(t)dt. അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് നിങ്ങളൊരു ഇങ്ങനെ ആക്കുമ്പോൾ ഇത് നിങ്ങൾ ലാപ്ലേസിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ ഫുൾ ടൈം ഡൊമെയിൻ ആയിട്ടാണ് ചെയ്തത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ ഈ V എന്ന് പറയുന്നതിന്റെ അർത്ഥം, അല്ലെങ്കിൽ V എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? whatever, ഇവിടെ V തന്നെ ആയിക്കോട്ടെ. ഇത് V of S ആവും. R എന്താവും? R തന്നെയാണ്. C എന്താവും? C 1/CS ആവും. I(t) I(s) ആവും. അപ്പൊ നമ്മളോട് ഇന്ന് ചോദിച്ച കറണ്ട് അല്ലേ? നമ്മൾ സ്വിച്ച് വെച്ച് ചെയ്യുന്നതിന് നമുക്ക് V of S/R + 1/CS. V of t എന്താണ്? DC വോൾട്ടേജ് ആണ്. V of t എന്ന് പറയുന്നത് DC വോൾട്ടേജ് ആണ്. ഇത് 0 ഉണ്ടെന്ന് പറയാൻ കാരണം ട്രാൻസിയന്റ് ആയതുകൊണ്ടാണ്. 0 മുതലാണ് ട്രാൻസിയൻസിൽ പൊതുവെ നടക്കാറ്. അപ്പൊ ഇതെന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം VU(t) എന്താണ്? V/S ആണ്. അപ്പൊ Vന്റെ ലാപ്ലേസ് എന്താണ്? V/S ആണ്. V/S/RCS + 1/CS. SS ക്യാൻസൽ. VC/RC പുറത്തേക്ക് എടുക്കാം. S + 1/RC. ഓക്കെ,
വി ബൈ ആർ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ബൈ ആർ സി ആണ് ഐ ഓഫ് എസ്. അപ്പോ ഐ ഓഫ് ടി എന്താണ്? വി ബൈ ആർ ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. ഇവിടെ നമുക്ക് ലാപ്ലേസ് എളുപ്പത്തിൽ അങ്ങ് ചെയ്യാം. ഒപ്റ്റെയിൻ ട്രാൻസിയന്റ് കറന്റ് റെസ്പോൺസ് ആണ്. ട്രാൻസിയന്റ് എന്ന് പറയുമ്പോൾ ഒരു യു ഓഫ് ടി ഇങ്ങനെ വിചാരിച്ചോ, ഒരു ആർ സി സർക്യൂട്ടിലോട്ട് പെട്ടെന്ന് സീറോയിൽ ഒരു വോൾട്ടേജ് വരികയാണ്. അത് ഉദ്ദേശിക്കുന്നത്. ഒരു ആർ സി സർക്യൂട്ട് ഉണ്ട്, ഇത് പണ്ട് മുതൽ ആർ സി സർക്യൂട്ട് ഉണ്ട്, പക്ഷെ സീറോയിൽ പെട്ടെന്ന് അങ്ങൊരു വോൾട്ടേജ് വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ വി യു ഓഫ് ടി ആയിട്ട് എടുക്കുന്നത്. യു ഓഫ് ടിയുടെ 1 ബൈ എസ് ആണെങ്കിൽ വി ഓഫ് ടിയുടെ ഒരു മിസ്റ്റേക്ക് ഇവിടെ എ ബൈ എസ് ആവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, നമുക്ക് സാധാരണ ലോ വെച്ചിട്ട് ഐ ഓഫ് എസ് എന്താണ്? വി ഇൻ ഓഫ് എസ് ബൈ ആർ, ആറ് പോലെ തന്നെയാണ് സി 1 ബൈ സി എസ് ആയിട്ട് മാറും. അപ്പൊ ഐ ഓഫ് എസ് ആണ്, ഐ ഓഫ് ടി കണ്ടുപിടിക്കണം. അപ്പൊ ഐ ഓഫ് എസ് വെച്ച് ഇൻവേഴ്സ് ലാപ്ലേസ് ചെയ്താൽ മതി. വി ഇൻ ഓഫ് എസ് ബൈ ആർ പ്ലസ് 1 ബൈ സി എസ്. അത് വി ഇൻ ഓഫ് എസ് എന്താണ്? വി ഇൻ ഓഫ് ടി ഇങ്ങനെയെന്ന് ഓർക്കണം, വി ബൈ എസ് ബൈ ആർ സി എസ് പ്ലസ് 1 ബൈ സി എസ്. ഈ ഒരു ഫോർമാറ്റിലാക്കിയിട്ട് ചെയ്താൽ മതി. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇത് ഈസി ആയിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ മാത്തമാറ്റിക്സിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോൾവ്. മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണോ നെറ്റ്വർക്കിന്റെ ക്വസ്റ്റ്യൻ ആണോ? മാറിപ്പോയതാണോ ക്വസ്റ്റ്യൻ? ഇതിൽ മറ്റേ ഇനീഷ്യൽ വാല്യൂ ആ സംഭവമൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്? അത് നിങ്ങൾ ലാപ്ലേസിൽ പഠിക്കുന്നുണ്ടാവുമല്ലോ. y ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം y ഓഫ് എസ് ആണ്. dy ഓഫ് ടി ബൈ ഡി ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എസ് y ഓഫ് എസ് മൈനസ് ഇനീഷ്യൽ വാല്യൂ ആണ്, y-ന്റെ ഇനീഷ്യൽ വാല്യൂ ആണ്. ഇനി ഡി സ്ക്വയർ y ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ ആണെങ്കിൽ എസ് സ്ക്വയർ y ഓഫ് എസ് മൈനസ് എസ് y ഓഫ് 0 മൈനസ് മൈനസ് y ഡാഷ് dy ഓഫ് ബൈ ഡി ടിനെ 0 എടുക്കുക. ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ എങ്ങനെയാ ചെയ്യാ? അപ്പൊ അവര് തരുകയും ചെയ്തിട്ടുണ്ട്, y ഓഫ് 0 1 ആന്ന് അവര് തരുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് 0 മൈനസ് അല്ലെങ്കിൽ ഇനീഷ്യൽ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ഇനീഷ്യൽ വാല്യൂ എവിടെ വേണം? ഇത് വേണം. അപ്പൊ ഇതിനെ നമ്മൾ ലാപ്ലേസിലേക്ക് കൺവേർട്ട് ചെയ്താലോ, dy ബൈ ഡി ടി പ്ലസ് 2y ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 3t y ഓഫ് 0 1 ആണ്. അപ്പൊ ഇതിനെ ലാപ്ലേസിലേക്ക് കൺവേർട്ട് ചെയ്താൽ dy ബൈ ഡി ടി എസ് y ഓഫ് എസ് മൈനസ് y ഓഫ് 0 മൈനസ്, ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ y ഓഫ് 0 മൈനസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതങ്ങ് 0 ആക്കാം. പക്ഷെ ഇവിടെ ഉണ്ടെന്നല്ലേ പറയുന്നത്, 2y ഓഫ് എസ്, y-ന്റെ അല്ലെങ്കിൽ y ഓഫ് ടിയുടെ y ഓഫ് എസ് ഇ റേസ് ടു മൈനസ് 3tയുടെ 1 ബൈ എസ് പ്ലസ് 3. അപ്പോ എസ് y ഓഫ് എസ് y ഓഫ് 0 1 ആണ് പ്ലസ് 2y ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 ബൈ എസ് പ്ലസ് 3. എസ് പ്ലസ് 2 y ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 ബൈ എസ് പ്ലസ് 3 പ്ലസ് 1. എസ് പ്ലസ് 2 ഇൻറ്റു y ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എസ് പ്ലസ് 3. എസ് പ്ലസ് 4 അല്ലേ, എസ് പ്ലസ് 4 ബൈ എസ് പ്ലസ് 3. അപ്പോൾ y ഓഫ് എസ് എന്താണ്? എസ് പ്ലസ് 4 ബൈ എസ് പ്ലസ് 2 എസ് പ്ലസ് 3. നമുക്ക് y ഓഫ് ടി അല്ലേ കിട്ടണ്ടേ, ഇസ് ഈക്വൽ ടു എ ബൈ എസ് പ്ലസ് 2 പ്ലസ് ബി ബൈ എസ് പ്ലസ് 3. സോൾവ് ചെയ്യുമ്പോൾ ബി മൈനസ് 2 കിട്ടും, സോറി ബി പ്ലസ് 2 കിട്ടും, എ മൈനസ് 1 കിട്ടും. അപ്പൊ നമുക്ക് എന്താ, മൈനസ് 1 ബൈ, ഓക്കെ എ ബൈ ഇങ്ങനെയാ ചെയ്തിരിക്കുന്നത്, സോറി 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 ഞാനിത് മുന്നേ ചെയ്തത് അതേപോലെ അങ്ങ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. whatever a by s plus 3 plus b by s plus 2 ആക്കിയാലും ഞാൻ പറഞ്ഞ വാല്യൂ കിട്ടും. ഞാൻ അങ്ങനെ ചെയ്തേ. whatever നിങ്ങൾ ഇത് എങ്ങനെയെങ്കിലും ചെയ്തോ, ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ആൻസർ കിട്ടുന്നത് എയോ ബിയോ എന്തോ ആവട്ടെ, മൈനസ് 1 ബൈ എസ് പ്ലസ് 3 പ്ലസ് 2 ബൈ എസ് പ്ലസ് 2 ആണ് നിങ്ങളുടെ y ഓഫ് എസ്. അപ്പൊ y ഓഫ് ടി എന്താണ്? മൈനസ് ഇ റേസ് ടു മൈനസ് 3t പ്ലസ് 2 ഇ റേസ് ടു മൈനസ് 2t ആണ് നിങ്ങളുടെ y ഓഫ് ടി. ഇൻറ്റു യു ഓഫ് ടി വേണേ, ഇൻറ്റു യു ഓഫ് ടി. ഇതാണ് നിങ്ങളുടെ, കാരണം യു ഓഫ് ടിയുടെ ലാപ്ലേസ് ആണ് 1 ബൈ എസ്.
അപ്പൊ നമ്മൾ e raised to minus a to u of t ഉണ്ടെങ്കിലാണ് 1 by s plus a വരുള്ളൂ. അതുകൊണ്ട് 1 by s plus എന്ന് പറഞ്ഞാൽ u of t മറക്കരുത്. ഇത് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റില്ലേ. അടുത്തത് find the driving point admittance function of the network. ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അഡ്മിറ്റൻസ് എന്താണ്? ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ എന്താണ്? ഒരു പോർട്ടിലുള്ളത് 3s 1/5s 1/2s s y of s. ഓക്കെ, z of s എന്താണ്? v of s by i of s ആണ്. y of s എന്താണ്? i of s by v of s ആണ്. y of s അഡ്മിറ്റൻസ് ഫംഗ്ഷൻ ആണ്, z of s ഇംപെഡൻസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത് ഇംപെഡൻസ് ആണെങ്കിൽ എളുപ്പമല്ലേ? ഇതെല്ലാം സീരീസിലാവുമ്പോൾ നമുക്ക് ഇംപെഡൻസ് എളുപ്പമാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഫൈൻഡ് z of s, then ഫൈൻഡ് y of s. ഇങ്ങനത്തെ ഒരു കേസിൽ ഇപ്പൊ എല്ലാം പാരലൽ ആണെങ്കിൽ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് y of s ഡയറക്ട്ലി ആഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ z of s എന്താണ്? 3s പ്ലസ് ഒക്കെ സീരീസ് ആ പ്ലസ് ഈ ഒരു സെക്ഷൻ ആണ്. ഈ ഒരു സെക്ഷൻ എന്താണ്? ഇത് പാരലൽ അല്ലേ? s ഇൻറ്റു 1/2s by s plus 1/2s is equal to 3s plus 1/5s plus 1/2 divided by 2s square plus 1/2s. 2 വെട്ടിപ്പോവും. 3s plus 5s എന്താ? 15s square plus 1/5s plus s by 2s square plus 1. ഇങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും ലാസ്റ്റ്? ഇതിങ്ങനെ എന്ത് ചെയ്യുക? അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യുക. ഒരു സെറ്റ് ഓഫ് എസ് ഒരു പോളിനോമിയൽ കിട്ടും. y of s is equal to 1 by z of s ആയിട്ട് എഴുതാം. കേട്ടോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് determine the hybrid parameters of the network shown below. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ആണ്. അവര് തന്നെ കറണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ വാട്ട് ടു ഡു? ഇതിലൂടെ i1 ആണ്, ഇവര് പറയുന്നത് ഇതിലൂടെ i3 ആണ്. അവര് പറയുന്ന ഡയറക്ഷനിൽ തന്നെ ചെയ്യാം. ഇത് കൂടെ എന്തായിരിക്കും? i1 മൈനസ് i3 ആയിരിക്കും. പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഇനി i3 ഇവിടെ വരെ വന്നു. ഇവര് പറയുന്നു ഇതിലൂടെ ഇങ്ങനെയാണ് ഡയറക്ഷൻ അല്ലേ? അവര് പറയുന്ന ഡയറക്ഷൻ എടുക്കാം. i2 നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ അവര് പറയുന്ന അനുസരിച്ച് ചെയ്യുന്ന. ഇതെന്താണ്? i3 പ്ലസ് പ്ലസ് മൈനസ്. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്താന്നുള്ളത് ഓർക്കുന്നില്ലേ? മുന്നേ പാരാമീറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ട് ഇതൊക്കെ 0 ആക്കിയിട്ട് ഓരോരോ പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചു. സോ അങ്ങനെയും ചെയ്യാം, നോ ഇഷ്യൂസ്. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഓക്കെ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇവര് കറണ്ട് ഡയറക്ഷൻ ഒക്കെ നമുക്ക് തന്നല്ലോ. ലൈക്ക് കറണ്ട് ഡയറക്ഷൻ തന്നില്ലെങ്കിൽ എന്തെങ്കിലും ഡയറക്ഷൻ ഒക്കെ എടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമല്ല. ബട്ട് ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. എല്ലാത്തിനെയും മെഷ് ഇക്വേഷൻസ് എഴുതി വെക്കാം 3 ലൂപ്പില്. എന്നിട്ട് ഇത് അറേഞ്ച് ചെയ്ത് സംഭവം നമുക്കൊരു ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റിൽ കിട്ടിയത്. നമ്മളിപ്പോ ഒന്നും 0 ആക്കുകയും അങ്ങനത്തെ കണ്ടീഷൻസ് ചെയ്യാതെ സംഹൗല് നമ്മളിത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇത് h11 ഒക്കെ ഡയറക്റ്റ്ലി കിട്ടും. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ലെറ്റ്സ് സീ. ഫസ്റ്റ് ലൂപ്പ് അല്ലേ? KVL അറൗണ്ട് ലൂപ്പ് 1 നോക്കാം. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല അല്ലെ? v1 മൈനസ് അല്ല, ഇങ്ങനെയല്ല നമ്മൾ പഠിച്ച മെത്തേഡിൽ ചെയ്യാം. പക്ഷെ ഇത് എളുപ്പമാവും തോന്നുന്നു. ഓക്കെ, -2 i1 - i3 is equal to 0.
V1 minus I1 minus 2I1 plus 2I3 is equal to 0. V1 is equal to 3I1 minus 2I3. വേണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് എഴുതാം. I1 minus 2I3. ഈ സെക്കൻഡ് മെഷിൽ KVL around loop 2. Loop 2 വരുമ്പോൾ ഇവിടെ പ്ലസ് മൈനസ് വരും, ഇവിടെ പ്ലസ് മൈനസ്, ഇവിടെ പ്ലസ് മൈനസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ -2 I3 minus I3 plus I2 plus 2 equal to 0. -2 I3 minus I3 minus I2 plus 2 I1 minus 2 I3 is equal to 0. അപ്പോൾ -2 I3 കളർ ഒരു രസമില്ല അല്ലേ? എല്ലാം വരുന്നുണ്ടോ? I2 I1 I3 വരുന്നുണ്ട്. 2 I1 I2 ഏതാ? I1 minus I3 I3 plus I2. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ വരുത്തി. -2 I3 -4 ഉണ്ട് ഇവിടെ. ഇത് 2 വന്നു, റെസിസ്റ്റൻസ് 4 ആഡ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, 4. അപ്പോൾ 2 I1 minus 4 I2 -2 -4 -6 -2 -8 I3 is equal to 0. സോ അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. വേണമെങ്കിൽ നമുക്ക് 8 I3 is equal to 2 I1 minus 4 I2 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതൊരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാം. ജസ്റ്റ് ഞാൻ 3 ഇത് വെച്ച് അങ്ങ് ചെയ്യുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. ലാസ്റ്റ് ആൻസർ കിട്ടണമെന്ന് നോക്കിയാൽ മതി. നമ്മൾ എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ ചെയ്യുന്ന മെത്തേഡിൽ കൺഫ്യൂസ്ഡ് ആയി പോകരുത് കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ആസ് സച്ച് ഇങ്ങനെ ഒരു ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ H11 ഡയറക്ട്ലി കിട്ടുമല്ലോ, ഒന്നും ചെയ്യാതെ. കാരണം അൾട്ടിമേറ്റ്ലി അവർ പറയുന്നത് എന്താ, നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ വാല്യൂസ് അറിയണം. ഈ വാല്യൂസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ I1 I2 ഒക്കെ 0 ആക്കിയത്. അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോ. അല്ലെങ്കിൽ നിങ്ങൾ യു ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ഹോൾ സർക്യൂട്ട് ഇൻ ടേംസ് ഓഫ് ദിസ് ഇക്വേഷൻ. എങ്ങനെയെങ്കിലും റീഅറേഞ്ച് ചെയ്തിട്ട് V1 I2ന്റെ ടേംസിലൊക്കെ എഴുതാൻ പറ്റുമോ നോക്കുക. അപ്പൊ I3 ഒക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ലൈക്ക് നമുക്ക് നോക്കാം. നമുക്ക് പല പല ടൈപ്പിൽ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇനി മറ്റേത് ഞാൻ പഠിപ്പിച്ചെന്ന പോലെ വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോ കേട്ടോ. ഓരോ മെത്തേഡും ഓരോന്ന് അങ്ങനെയല്ല. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു മെത്തേഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ഇതൊക്കെ ബൈ പ്രാക്ടീസ് ആണ്. നമുക്ക് ഒരിക്കലും ക്ലാസ്സിൽ എല്ലാ പ്രോബ്ലം ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. നെറ്റ്വർക്കിന്റെ കേസിൽ ആ ഒരു മെത്തേഡ് പഠിച്ചാൽ നമുക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും അല്ല. പഠിപ്പിക്കാം ഇത്, പക്ഷെ എളുപ്പത്തിൽ ചെയ്യാൻ പിന്നെയും മെത്തേഡ്സ് ഉണ്ട്. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന വേണം. അത് കുറെ കൂടുതൽ നമ്മൾ സെൽഫ് ലേണിംഗിലേ നടക്കുള്ളൂ. അതൊരു ടീച്ചറിന് പറ്റാത്ത കാര്യമാണ്, ലിമിറ്റഡ് ക്ലാസ് അവേഴ്സ് ഒക്കെ ഉള്ളത് കാരണം. ഓക്കെ, അപ്പൊ നമുക്ക് ലൂപ്പ് 3യിലേക്ക് അത് എളുപ്പല്ലേ, അങ്ങനെ ചെയ്യും. V2 എന്താണ്? ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? V2 is equal to 4 into I3 plus I2. അപ്പോൾ V2 is equal to 4 I3 plus 4 I2. ഇക്വേഷൻ 3. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇപ്പൊ 3 ഇക്വേഷൻ നോക്കിയേ. ഇത് V1 is equal to something into I1 plus ഇവിടെ V2 ആയിരുന്നെങ്കിൽ നമുക്ക് H11ഉം H12 ആക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ I2 അല്ലെങ്കിൽ വേണ്ട, V2ന് എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്താൽ തിരിച്ച് അങ്ങനെ ആക്കാൻ പറ്റുമായിരുന്നു. സോ വാട്ട് എവർ,
ഓർ ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഓക്കെ ഫൈൻ. തേർഡ് ഇക്വേഷൻ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോ നിങ്ങളുടെ കൂടെ സോൾവ് ചെയ്യുന്നതാണ്, മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ അല്ല. സോ എന്താണ് V2 is equal to 4I3 plus 4I2. അപ്പോ V2 minus 4I2 is equal to 4I3. I3 is equal to 0.25 V2 minus I2. ഇത് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 3 ആക്കാം. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? ഇക്വേഷൻ നമ്പർ 1 is equal to V1 is equal to 3I1 minus 2I3. സെക്കൻഡ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഏത് ഫോർമാറ്റിൽ? V11 ഈക്വൽ ടു ആ ഒരു ഫോർമാറ്റിൽ ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫുൾ നമ്മൾ അങ്ങനെ ആക്കാൻ വേണ്ടി ചെയ്യുന്നതാ. V11 is equal to H11 I1 പ്ലസ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നതാണ് മറ്റേ ഓരോന്ന് ഷോർട്ടാക്കി ഓപ്പൺ ചെയ്യുന്നേക്കാളൊക്കെ എളുപ്പം, ഇത്ര കുറച്ച് വലുതായതുകൊണ്ട്. H21 I1 പ്ലസ്. ഇനിയിപ്പോ നമുക്ക് കാസ്കേഡ് ചെയ്യാനാണെങ്കിൽ എച്ചിന്റെ കാസ്കേഡ് നമുക്ക് അറിയില്ലല്ലോ, അങ്ങനെ ചെയ്യാം. അപ്പൊ V1 is equal to 3I1 minus 2I3. സോ 3 ഇക്വേഷൻസ് ഒന്നുകൂടി എഴുതാണ്. V1 is equal to 3I1 minus 2I3. സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? 8I3 is equal to 2I1 minus 4I2. പിന്നെ തേർഡ് ഇക്വേഷൻ I3 is equal to 0.25 V2 minus I2. ഓക്കെ, സോ നമ്മൾ സംഹൗ ഈ ഒരു ഫോർമാറ്റിലേക്ക് ആക്കാം. എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഓഫ് I3 ഇൻ ഇക്വേഷൻ നമ്പർ 3 ടു ഇക്വേഷൻ നമ്പർ 2. 8 ഇൻറ്റു I3ക്ക് പകരം സെക്കൻഡ് ഇക്വേഷനിൽ ഇൻ 2, I3ക്ക് പകരം ഈ തേർഡ് ഇക്വേഷൻ എഴുതാം. 0.25 V2 minus I2 is equal to 2I1 minus 4I2. 8 into 1 അപ്പോൾ 2V2 അല്ലേ. V2 minus 8I2 is equal to 2I1 minus 4I2. അപ്പോ 2V2 minus 2I1 is equal to 8I2 minus 4I2. 4I2 is equal to minus 2I1 plus 2V2. I2 is equal to minus 0.5 I1 plus 2/4 0.5 V2. ഇത് നമുക്ക് എവിടെയെങ്കിലും യെസ് ഇതൊന്ന് ഇങ്ങനെ ചെയ്താൽ ഒന്നുമില്ല. ഞാൻ ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലോട്ട് വന്നില്ലേ, I2 is equal to H21 I1 plus H22 V2. അപ്പൊ ഇത് നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് കിട്ടും. എന്താ കിട്ടുന്നേ? H21 കിട്ടും മൈനസ് 0.5, H22 കിട്ടും 0.5. ഇതിന്റെ വാല്യൂ സീമെൻസ് ആയിരിക്കും. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? H11 H12 കണ്ടുപിടിക്കണമെങ്കിൽ V1 I1 V2 V1 I1 V2 എങ്ങനെയെങ്കിലും ഒക്കെ എഴുതാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയെങ്കിലൊക്കെ അത് സംഭവം സോൾവ് ചെയ്യാൻ പറ്റും.
ബാക്കി രണ്ടെണ്ണം എടുത്തിട്ട് ഇനി നമ്മൾ ഇക്വേഷൻ 2ന്ന് I3 ഉണ്ടല്ലോ. ഓക്കെ ഇക്വേഷൻ 2ൽ I3 എന്താ? I3 is equal to 8I3 is equal to അല്ല. അപ്പൊ I3 is equal to 2/8 0.25 I1 minus 0.5 I2. അത് in 1ൽ ചെയ്യാം. V1 is equal to 3 into I1 minus 2 into 0.25 I1 minus 0.5 I2. അപ്പോ V1 is equal to 3 I1 minus 0.5 I1 minus I2. V1 is equal to 2.5 I1 minus I2. അങ്ങനെയാണോ കിട്ടുന്നത്? മിസ്റ്റേക്ക് വന്നോ? ഒരു സെക്കൻഡ്. ഒന്നുമില്ല. 3 I1 minus 0.5 I1 plus I2. അപ്പോ 3 minus 0.5 എന്ന് പറയുന്നത് 2.5 I1 plus I2 അല്ലേ? നമുക്ക് I1 ഉം V2 അല്ലേ വേണ്ടത്? അല്ലേ? അപ്പൊ നമുക്ക് I1 ഉം V2 വേണം. അപ്പൊ I2 ഉം V2 മാത്രം വരുന്ന റിലേഷൻ നോക്കുക. I2 V2 വരുന്ന റിലേഷൻ ഏതാണ്? ഓക്കെ ദിസ് വൺ. സി ദിസ് വൺ. ഇതിൽ എന്താണ് I2 എന്ന് പറയുന്നത്? ഓക്കെ I2 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 0.5 I1 പ്ലസ് 0.5 V2 അല്ലേ? ഇത് V1 ഉം കിട്ടി. ഇനി നമുക്ക് ഇത് അങ്ങ് ആഡ് ചെയ്താൽ മതി. ഇതിൽ I2ന്റെ വാല്യൂ ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ സോ നെക്സ്റ്റ് സ്ലൈഡ്. V1 is equal to 2.5 I1 plus I2. I2 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 0.5 I1 പ്ലസ് 0.5 V2. അപ്പൊ V1 is equal to 2 I1 plus 0.5 V2. അത് ഇക്വേഷനുമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ V1 is equal to H11. V1 is equal to H11 I1 plus H12 V2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ H11 is equal to 2, H12 is equal to 0.5. ഇത്രേ ചെയ്യാനുള്ളൂ. സി കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യമില്ല. അതിൽ ആ ക്വസ്റ്റ്യനിൽ തന്നെ I1 എന്താണ്, I2 എന്താണ്, I3 എന്താണ്, ഡയറക്ഷൻ എല്ലാം തന്നിട്ടുണ്ട്. 3 ഇക്വേഷൻ എഴുതുക, റീഅറേഞ്ച് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ ഈ ഇക്വേഷൻ ആക്കുക. അത് നിങ്ങളുടെ ഇതൊക്കെ മാത്തമാറ്റിക്കൽ സ്കിൽസ് ആണ്, നെറ്റ്വർക്ക് സ്കിൽസ് അല്ല, മാത്തമാറ്റിക്കൽ സ്കിൽസ്. എങ്ങനെയെങ്കിലും ഈ ഫോർമാറ്റിലാക്കിയാൽ അതിൽ H11 ഇങ്ങനെ കിട്ടും കേട്ടോ. ഇത് ഫുൾ മാത്തമാറ്റിക്കൽ സ്കിൽസ് ആണ്. സോ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തു. ഇനി തിയറി ക്വസ്റ്റ്യൻസ് ആണ്. KVL, KCL സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക, എക്സാമ്പിൾസ് വിത്ത് ആൻ എക്സാമ്പിൾ ചെയ്യാൻ വേണ്ടി പഠിക്കുക, എല്ലാ തിയറംസും പഠിക്കുക, സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ഒരു എക്സാമ്പിളും പഠിക്കുക. പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിന്നെന്താണ്, തെവനിൻസും നോർട്ടൺസ് ഒക്കെ ചെയ്യുമ്പോൾ ഡിപെൻഡന്റ് സോഴ്സ് വരുമ്പോൾ എന്താണ് പ്രൊസീജിയർ, ചിലപ്പോൾ പ്രൊസീജിയർ തിയറി ആയിട്ട് എഴുതേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഒക്കെ വെച്ച് നൈസ്ലി തിയറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നിങ്ങളുടെ ഒരു സ്കില്ലാണ്. പിന്നെ വരുന്നത് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഡ്രൈവിംഗ് പോയിന്റ്, അതിൽ നിന്ന് പോൾസ്, സീറോസ്, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ലാപ്ലേസിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാം. പിന്നെ ഈ RL സീരീസ്, RC സീരീസ്, ഇതിന്റെയൊക്കെ റെസ്പോൺസ് ചോദിക്കാം. ഇതെല്ലാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാം. പിന്നെ ഈ ഒരു 5-4 മാർക്സിലൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ നോക്കുക, ഈ ഫസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓടിച്ച് നോക്കുക. എന്നിട്ട് ഈ ഒരു 3 മാർക്ക് വലിയ കുഴപ്പമില്ല. 3 മാർക്കിൽ ഓർ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലല്ലോ. 3 മാർക്ക് ആദ്യം വൃത്തിക്ക് എഴുതുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു കൂടുതൽ മാർക്കുള്ള സെക്ഷൻ ഇല്ലേ, പാർട്ട് ബി, അതൊന്ന് നോക്കുക. അതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അറിയുന്നത് വേഗം ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ സെക്കൻഡ് പാർട്ടിൽ ചെയ്യണമെന്നില്ല. അപ്പോൾ സെക്കൻഡ് പാർട്ടിലുള്ളതിൽ ഏതാണ് എളുപ്പം ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് അത് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ എല്ലാവരും PYQന്റെ വീഡിയോ മസ്റ്റ് ആയിട്ടും കാണണം. ബിക്കോസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYQs ഒക്കെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്.
ഓക്കെ, താങ്ക് യു.